രാവിലെ എഴുന്നേറ്റ് ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ കറി വെക്കാനൊന്നുമില്ല. നോൺ വെജ് മാത്രം കഴിക്കുന്ന ഭർത്താവിനെ നമ്മളെങ്ങനെ മാനേജ് ചെയ്യല്ലേ? എന്നാലും നമുക്കൊന്ന് പറഞ്ഞു നോക്കാം എന്നാ ചെയ്യുമെന്നറിയാം. അപ്പോൾ ഞാൻ അതിലേക്കടുത്ത് പറഞ്ഞു കറി വെക്കാനൊന്നുമില്ല, നോൺ വെജ് നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ വരൂ നമുക്ക് കടലിൽ പോയി മീൻ പിടിക്കാമെന്ന്. ആഹാ, എന്നാൽ ഗെറ്റ് സെറ്റ് ഗോ. ഞങ്ങൾ റെഡിയായിട്ട് എന്നാ ചെയ്തു, വണ്ടി എടുത്ത് നേരെ കൊല്ലം ഹാർബറിലേക്ക് പോയി. മീൻ പിടിക്കാൻ കടലിൽ പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ പോകണ്ടേ അല്ലേ? അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെയാണ് പോകുന്നത്, വന്നിട്ട് ഷോപ്പ് തുറക്കാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങി നമ്മൾ ഹാർബറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ഭയങ്കരമായിട്ടുള്ള തിരക്കുകളൊക്കെ കഴിഞ്ഞു, എന്നാലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ തന്നെ ഓരോരുത്തർ നമ്മളിങ്ങനെ വിളിക്കും, വന്ന് വാങ്ങുന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മൾ കുറേ അടുത്ത് നോക്കിയിട്ടേ വാങ്ങത്തുള്ളൂ. അപ്പോൾ എല്ലായിടത്തും ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമ്മൾ അവിടുന്ന് ഹാർബറിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് മീനുകളൊക്കെ വാങ്ങിച്ചു കേട്ടോ. നല്ല ഫ്രഷായിട്ട് കിട്ടുന്നതല്ലേ. അപ്പോൾ നമ്മളതൊക്കെ വാങ്ങിയിട്ട് അവിടേക്ക് കുറച്ച് ഇറങ്ങി നിന്നു. എന്തായാലും ഏത് ടൈമിലാണെങ്കിലും അവിടെ വരെ വന്ന് കടലിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു സുഖം എന്ന് വെച്ചാൽ കടൽ ഏത് സമയത്തും കാണുന്ന ഒരു രസമല്ലേ. ചെറിയ ബാഡ് സ്മെല്ലുണ്ടെന്ന് പറഞ്ഞാലും അത് മീനിൻ്റെയൊക്കെ വേസ്റ്റ് വെള്ളത്തിൻ്റെയൊക്കെ ഒരു ചെറിയ സ്മെല്ലുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഭംഗിയാണ്. കണ്ടോ, മീൻ മേടിക്കാനായിട്ട് നിൽക്കുന്ന ആളുകളുടെ തിരക്ക്. ഈ തിരക്കിൻ്റെ ഇടയിലൂടെ പോയാണ് നമ്മളും കുറച്ച് മീനുകളൊക്കെ വാങ്ങിച്ചത് കേട്ടോ. നമ്മളെല്ലാ മീനും ഹാർബറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയല്ല വാങ്ങുന്നത്. നമ്മൾ റോഡ് സൈഡിൽ കുറേ ചേച്ചിമാർ നമ്മൾ വരുന്ന വഴി കണ്ടായിരുന്നു. അവരൊക്കെ മീനുമായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അവിടെ നിന്നൊക്കെ നമുക്ക് കുറച്ച് മീനുകളൊക്കെ മേടിക്കണം. അപ്പോൾ നമ്മൾ പെതുക്കെ നടന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. എന്നാന്ന് വെച്ചാൽ അവർ വെയിലും കൊണ്ട് ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെയും ഇങ്ങനെ വിളിക്കും. അപ്പം അവർക്ക് നമ്മൾ ഒരു ഹെൽപ്പൊന്നും ചെയ്യുന്നതല്ല, നമ്മൾ അവരുടെ നിന്ന് സാധനം വാങ്ങുക എന്നുള്ളതാണ് നമ്മൾ അവർക്ക് ചെയ്യുന്ന ഹെൽപ്പ്. അപ്പോൾ പ്രധാനമായിട്ടും അതിലേക്കൊക്കെ വേണ്ടത് കരിമീനാണ്. കരിമീൻ കൊണ്ടുവന്ന് ഓൺ ദി സ്പോട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് തന്നെ കരിമീൻ എന്തായാലും വാങ്ങുമെന്ന് എനിക്കറിയാം, വാങ്ങിയായിരുന്നു കേട്ടോ. കരിമീൻ വാങ്ങി. അതുപോലെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഫിഷസ് ഉണ്ട്. അതുപോലെ തന്നെ കൊഞ്ച്, ഞണ്ട്, അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് മെയിൻലി കൊല്ലത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ചേച്ചിയുടെ നിന്ന് കരിമീൻ വാങ്ങി. കരിമീൻ മാത്രം പോരല്ലോ, ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ഓരോ ഐറ്റംസ് മേടിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് നിന്ന് ചേച്ചിയുടെ ഞങ്ങൾ കുറച്ച് ഉണക്കക്കൊഞ്ചൊക്കെ വാങ്ങി കേട്ടോ. ഓരോരുത്തരുടെ നിന്ന് ഓരോ ഐറ്റം എന്നാണ്. കാരണം എല്ലാവരും നമ്മളെ വിളിക്കുന്നുണ്ട്. എല്ലാവരും വെയിലും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ചെറുകെ ഓരോന്ന് വാങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് വണ്ടി ഇങ്ങനെ പോകുമ്പോഴാണ് നല്ല ഫ്രഷ് ചെമ്പല്ലി ഇരിക്കുന്നത് കണ്ടത്. ചെമ്പല്ലി അതിലേക്കാക്ക് മോസ്റ്റ് ഫേവറേറ്റ് ഒരു സാധനമാണ്. എല്ലാം ഫ്രൈ ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ ചെമ്പല്ലിയെ കണ്ട് ഇഷ്ടപ്പെട്ട് വണ്ടി നിർത്തി ചെമ്പല്ലി വാങ്ങാൻ പോയപ്പോഴാണ് കൊഞ്ചും ഞണ്ടും ഒക്കെ ഇരിക്കുന്നത് കണ്ടത്. എന്നാൽ എല്ലാം പോരട്ടെ ഓരോ കിലോ എന്ന് പറഞ്ഞ്. പക്ഷേ ഓരോ കിലോ മേടിക്കാൻ പോയി ഞങ്ങളെ കൊണ്ട് ചേച്ചി കൂടുതൽ കിലോസ് എടുപ്പിച്ചു കേട്ടോ. പക്ഷേ ചേച്ചി നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, നല്ല ചേച്ചിയായിരുന്നു കേട്ടോ. വീഡിയോസിന് വേണ്ടി ഹായൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. കണ്ടോ, അത്യാവശ്യം വലിയ സൈസുള്ള ഞണ്ടൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ എല്ലാ മീനും നല്ല ഇതായിരുന്നു കേട്ടോ. നമ്മൾ ഓരോന്നും അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ വാങ്ങി. ചേച്ചിക്കും വലിയ സന്തോഷമായി. ചേച്ചിയുടെ നിന്ന് ഞങ്ങൾ 3-4 ഐറ്റംസ് എടുത്തുകൊണ്ട് ചേച്ചിക്കും വലിയ സന്തോഷമായി. എൻ്റെ ഇടയ്ക്ക് ചേച്ചിയുടെ മീനൊക്കെ ആണെങ്കിൽ ഈ കൊക്ക് വന്ന് കൊത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഒന്നും സാരമില്ല എന്നുവെച്ചാൽ അവർക്ക് അതിനൊന്നും വിഷമമില്ല. കാരണം മറ്റുള്ള ജീവികൾ അവരുടെ അതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നതിൽ അവരതിനെ ഓടിച്ചു വിടുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അവർക്കത് വലിയ സന്തോഷമാണ്. അവർ ഹാപ്പി ആയിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. കാരണം അതിൽ നിന്ന് സഹജീവികൾക്ക് വേണ്ട ഭക്ഷണത്തിന് പോയെന്ന് പറഞ്ഞാലും അവർക്ക് വിഷമമില്ല. അത് ചേച്ചിയുടെ ഒരു നല്ല ആറ്റിറ്റ്യൂഡായിട്ട് എനിക്ക് തോന്നി. അതൊരു പോസിറ്റീവ് മെൻറ്റാലിറ്റി ആയിട്ട് തോന്നി. അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ള കൊഞ്ചായിരുന്നു. അപ്പം ചേച്ചിയുടെ ഒരു മെൻറ്റാലിറ്റി കണ്ടപ്പോൾ തന്നെ ചേച്ചിയിൽ നിന്ന് കുറച്ചുകൂടെ മീനൊക്കെ വാങ്ങുമെന്ന് വിചാരിച്ച് ഞങ്ങൾ 3-4 ഐറ്റംസ് എക്സ്ട്രാ എടുത്ത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ബാർഗെയിനിങ് ഒന്നുമില്ല, നല്ല ഫ്രണ്ട്ലി ടോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മീനൊക്കെ നമ്മുടെ ചെമ്പല്ലി കണ്ടുകൊണ്ടാണ് വണ്ടി തിരിച്ച് അങ്ങോട്ട് വിട്ടത് കേട്ടോ. അപ്പോൾ ചെമ്പല്ലി വാങ്ങി. പിന്നെന്തുവാ ചേച്ചിയുടെ നിന്ന് വാങ്ങിയെന്നറിയോ, ഉണക്ക നെത്തോലിയില്ലേ, അതും വാങ്ങി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നു കേട്ടോ.